വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ കഴിഞ്ഞ ദിവസം ബക്രീദ് ആയിരുന്നു. ബക്രീദിൽ ഇപ്പോൾ ഏറ്റവും വലിയ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വാർത്ത ഇപ്പോൾ ഈ ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്രീദിന് യോഗി ആദിത്യനാഥ് വിശ്വസ് നേർന്നില്ല എന്നുള്ളതാണ്. യോഗി ആദിത്യനാഥ് എന്തുകൊണ്ട് വിശ്വസ് നേർന്നില്ല അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത എടുത്തിരുന്നു. ആ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ ദേശീയ മൃഗമാക്കി പ്രഖ്യാപിക്കണമെന്ന് ജമിയത്തുൽ ഉലമാ ഹിന്ദ് അർഷാദ് മദനി വിഭാഗം അധ്യക്ഷൻ മൗലാന അർഷാദ് മദനിയുടെ ആവശ്യം. ഇത് അവിടെ പിന്തുണച്ച് മുസ്ലിം സംഘടനകളും രംഗത്തെത്തി. രാജ്യത്ത് ഗോഹത്യ നടക്കുന്നത് വളരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞു. പോരാത്തതിന് നമ്മൾ മുസ്ലിങ്ങൾക്ക് ഗോഹത്യ നടത്തണമെന്ന് യാതൊരുവിധ പ്രശ്നവുമില്ല. കാരണം അത് നമ്മൾ നടത്താതിരുന്നു കഴിഞ്ഞാൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നത്, കലാപങ്ങളെല്ലാം അവസാനിക്കും. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ജമാഅത്ത് അടക്കം, പശ്ചിമബംഗാളിലെ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റിസ്വി അടക്കം രംഗത്തെത്തുകയുണ്ടായി. വലിയ രീതിയിലുള്ള ഒരു സാഹോദര്യം ഉണ്ടായി, എല്ലാവർക്കും സന്തോഷമായി. അതാണ് സത്യം. അപ്പോ ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമം തേജസ് അടക്കമുള്ള, സുപ്രഭാതം അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിന് വാർത്ത കൊടുത്തിരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചു. അവർ പറഞ്ഞിരുന്നത് ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ BJPക്ക് പണി വെച്ചതാണ്. BJPക്ക് പണി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ പശ്ചിമബംഗാളിൽ ഏറ്റവും കൂടുതൽ ഈ ഗോമാംസം വിൽക്കുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ കച്ചവടം തകർക്കുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പണി വയ്ക്കുക, അങ്ങനെയാണെങ്കിൽ അവർ BJPക്കെതിരെ തിരിഞ്ഞോളുമല്ലോ എന്ന ഒരു ആംഗിളിൽ അവർ വാർത്ത കൊണ്ടുപോകും. നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു തന്ത്രം നോക്കണം. പക്ഷേ കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ടുള്ള റെയ്ഡ് പശ്ചിമബംഗാളിൽ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ റെയ്ഡിൽ ഇപ്പൊ വിഷ്വൽസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെ വീട്ടിൽ നിന്നും, എസ്പെഷ്യലി ഈ ഇപ്പോഴും കുടിയൊഴിഞ്ഞു പോകാത്ത ബംഗ്ലാദേശി മുസ്ലിംസിന്റെ വീട്ടിൽ നിന്നും, അല്ലാതെ സാധാരണ മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്നും ഈ ഗോമാംസം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ അവരെ സർക്കാർ ഒന്നും ചെയ്തില്ല. ഗോമാംസം അവർ പിടിച്ചെടുത്തു എന്നുള്ളത് മാത്രമല്ല, അവരപ്പോ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് അവരൊരു പ്രസ്താവന ഇറക്കി. അതായത് നരേന്ദ്രമോദിയുടെയും സുവേന്ദു അധികാരിയുടെയും മാറ് പിളർന്ന് മുസ്ലിങ്ങൾ ചോര കുടിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു പ്രതിഷേധം അവിടെ നടന്നപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണേ, പശ്ചിമ ബംഗാളിലാണ് നടക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഈ ഈദ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ മുസ്ലിം സംഘടനകളെല്ലാം ഒത്തുകൂടി സെൻട്രൽ വിസ്റ്റയുടെ കുറച്ച് മുമ്പിൽ അവർ ഈ പ്ലക്കാർഡ് ഉയർത്തി. അതായത് പശുവിനെ ഗോ മാതാവായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ഇവര് പ്ലക്കാർഡ് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ റിനൗൺസിയേഷൻ വരുന്നത്, അതായത് മാറ്റം, പരിവർത്തനം എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോ ഹിന്ദുക്കൾക്കുള്ളിൽ പരിവർത്തനം ഉണ്ടാകുന്നത് അവർക്കുള്ളിൽ നിന്ന് തന്നെയാണ്. അത് ആരും ഫോഴ്സ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു സാധനമില്ല. നമ്മുടെ അനാചാരങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് തകർക്കുന്നത്. അതുപോലെ പരിവർത്തനം ഉണ്ടാകേണ്ടത് ഓരോ മതത്തിലും ജാതിക്കുള്ളിൽ നിന്നും തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഈ നരേന്ദ്രമോദിയുടെ കാലത്ത് ഇങ്ങനെ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ, കാരണം ഇവരൊരു ദേശീയ മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ ചിന്തിക്കുമ്പോൾ കേരളത്തിലുള്ള പല ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഇത് മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അമിത്ഷാ കഴിഞ്ഞ ദിവസം ഇപ്പോ കുറച്ച് ലഘൂകരിച്ചിട്ടുണ്ട് നടപടികൾ. അമിത്ഷാ കഴിഞ്ഞ ദിവസം നുഴഞ്ഞുകയറ്റക്കാരോട് പറഞ്ഞു, നിങ്ങൾ ദയവായി പൊക്കോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ, നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് തന്നിരിക്കുകയാണ്, നിങ്ങൾ ഇത്ര ദിവസത്തിനകം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വേലി കെട്ടി തീരുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചിറങ്ങിപ്പൊക്കോളൂ എന്ന് അമിത്ഷാ പറയുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട വാർത്ത, 355 ബംഗ്ലാദേശി മുസ്ലിങ്ങളെ ഇപ്പോ ഡീറ്റെയിൻ സെന്ററിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 88 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് വലിയൊരു പ്രതിഷേധം അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. ഭാവിയിൽ അത് എങ്ങനെയാകുമെന്ന് അറിയില്ല. അപ്പൊ ഇതാണ് പശ്ചിമ ബംഗാളിലെ നിലവിലത്തെ സിനാരിയോ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ബക്രീദിന് നമ്മൾ ഇതുവരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കാണാത്തൊരു മൂവാണ് മുസ്ലിം സംഘടനകളുടെ മുമ്പിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിലപാടാണ്. ഞാൻ ഇവിടെ ബേസിക്കലി കണ്ടിട്ടുള്ളത്, ബക്രീദിനും ഈദിനായിരുന്നാലും നമ്മുടെ നാട്ടിൽ ഇവിടെ ഈദ് നിസ്കാരമൊക്കെ നടത്തിയിട്ട് മൗലവിമാര് വന്ന് പ്രസംഗിക്കുമ്പോൾ അവര് ഈ കേന്ദ്ര സർക്കാരിനെതിരെ അത് അംഗീകരിക്കാൻ പറ്റില്ല, ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ആരടാ അത് ചെയ്തത്, ആരടാ ഇത് ചെയ്തത്, ഇതിനെതിരെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരെന്ത് സമർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അത് ശരിയാണ്, ആ ഗോഹത്യ നടത്താൻ പാടില്ല, അവരുടെ പരിഭാവന, നമുക്കത് കഴിക്കണ്ട, നമുക്കിപ്പോ പോത്ത് ഇതൊക്കെ കഴിക്കാലോ, അത് ഗോഹത്യ നടത്തുന്നില്ല, നമുക്ക് വേറെ ജീവിത മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവര് അത് നോർത്ത് ഇന്ത്യൻ മുസ്ലിംസ് പ്രബുദ്ധരായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതെന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ രാജ്യം മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഇതേ സബ്ജക്ട് തന്നെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരുന്നു. അന്ന് ഇതിന്റെ ആംഗിൾ ഇതായിരുന്നില്ല. ഹിന്ദുക്കൾക്കൊപ്പം കട്ടക്കിറങ്ങി മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ തലക്കെട്ട് തന്നെ കൊടുത്തിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, എൻ്റെ 99, 2000 ആ സമയങ്ങളിൽ അവിടെ ഈ പശുമാംസം കിട്ടും എല്ലായിടത്തും. അപ്പോൾ ഇത് എങ്ങനെ കിട്ടുന്നതാണ് എന്നൊരു അന്വേഷണം വരുമല്ലോ, നമുക്കൊരു ഇൻട്രസ്റ്റ് വരുമല്ലോ. ഇത് എങ്ങനെയാണ് ഇവരിത് അറുത്ത്, അന്ന് 10 രൂപയാണ് ഈ ബീഫ് എന്ന് പറഞ്ഞ ഈ സാധനം കൊടുക്കുന്നത്, 10 രൂപ കിലോയ്ക്ക്. അത് ഈ മുസ്ലിംസ് ഏരിയ ഉണ്ട്, ബെറൂച്ചിലും മറ്റുമൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്നറിയാൻ ഒരു ആകാംക്ഷ, അങ്ങനെ ഇത് അന്വേഷിച്ചു ഇത് എങ്ങനെയാണ്.
അപ്പൊ അവിടെ ഈ ഇലക്ട്രിക്കൽ ട്രെയിൻ ഉണ്ട്. അവിടെ ഈ അന്ന് ഇലക്ട്രിക്കൽ ട്രെയിൻ ഉണ്ട് ഗുജറാത്തിൽ, ഇലക്ട്രിക്കൽ ലൈൻസ് ഉണ്ട്. എപ്പോഴും ഈ ട്രെയിൻ പാഞ്ഞുകൊണ്ടേയിരിക്കും. ഇലക്ട്രിക്കൽ ട്രെയിൻ ഒരു 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 മിനിറ്റ് താഴെയൊക്കെ ആയിരിക്കും ഒരു സ്റ്റേഷൻ, 1 മിനിറ്റൊക്കെയാണ് ഒരു സ്റ്റേഷൻ നിർത്തുന്നത്. ആൾക്കാർ കയറുന്നു ഇറങ്ങുന്നു, അങ്ങനെ ഒരു സാധനം. അപ്പോ ഇവിടെ ഈ പശുക്കള് നോർത്തിൽ അലഞ്ഞു തിരിയുകയാണല്ലോ. ഒരു വീട്ടിൽ കെട്ടിയിട്ട് വളർത്തുന്ന പരിപാടിയില്ല. അത് പേപ്പർ തിന്നുന്ന പശുക്കളുണ്ട്, പലതും തിന്നുന്ന പശുക്കളുണ്ട്. പശുക്കൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണാം. അപ്പൊ ഈ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് ഈ ആളുകള് കൊണ്ട് കച്ചി വെക്കും, ഒരു പിടി കച്ചി കൊണ്ടുവെക്കും. അപ്പൊ ഇത് കാണുമ്പോ ഈ പശുക്കള് വൈക്കോല്, അപ്പോൾ ഈ പശുക്കൾ ഇത് കാണുമ്പോ ഓടി വന്നിട്ട്, മൃഗമാണല്ലോ അതിന് ഇത് കിട്ടാക്കനിയാണ്, വരുന്നു ഈ റെയിൽവേ ട്രാക്കിൽ ഇത് കഴിക്കുമ്പോഴേക്കും എന്ത് പറ്റും? ഇലക്ട്രിക് ട്രെയിനിന്റെ ഇടതടവില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്കുകളാണത്. ഈ ഇലക്ട്രിക് ട്രെയിൻ തട്ടുന്നു, ഇത് മരിക്കുന്നു. അപ്പോഴേക്കും റെയിൽവേയുടെ ഒരു നിയമമുണ്ട്, പശുവിന്റെ ഉടമ റെയിൽവേക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇത് ട്രെയിൻ തട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ, അങ്ങനെയാണ് റെയിൽവേക്ക് ഒരു നിയമം അതാണുള്ളത്. കാരണം അവരുടെ പ്രോപ്പർട്ടിയിൽ ആത്മഹത്യ ചെയ്താലും പൈസ അങ്ങോട്ട് കൊടുക്കണം. കാരണം അവരുടെ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കടന്നു എന്നുള്ളതാണ് അതിന്റെ കേസ്. അപ്പൊ ഈ പശുവിന്റെ ഓണറും അങ്ങനെ തന്നെ കൊടുക്കണം. അവിടുത്തെ എക്സ്പ്രസ് ഹൈവേയിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ നിയമം എക്സ്പ്രസ് ഹൈവേയിലും കൊണ്ടുവന്നു, അങ്ങോട്ട് കൊടുക്കണം പൈസ. അപ്പം എന്ത് പറ്റും വെച്ചാൽ ഇതിന്റെ ഈ പശുവിന്റെ ഓണർമാർ ഓടി വരും അവർക്ക് ഭയങ്കര നിലവിളിയായിരിക്കും. കാരണം അവരുടെ ഒരു വലിയ വരുമാനമാണല്ലോ അവിടെ തീരുന്നത്. അപ്പൊ തന്നെ ഈ ടീംസ് അവിടെ വരും, ഈ മാംസ കച്ചവടക്കാർ അവിടെ വരും. അവർ വന്നിട്ട് പറയും, ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇത് പെട്ടെന്ന് മറവ് ചെയ്യണം. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ റെയിൽവേ കണ്ടു വലിയ പ്രശ്നമാണ്. കാരണം 10-25,000 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ 1,00,000 രൂപ കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ കുടുംബം കൂട്ടിച്ചോറാം. ഞങ്ങളൊരു പണി ചെയ്യാം, ഇതിന്റെ തോലെടുക്കാനായിട്ട് ഇതിനെ തന്നേക്ക്, ഒരു 500 രൂപ തന്നേക്കാന്ന് പറയും. അപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇത് മറവ് ചെയ്താൽ മതി. പിന്നെ തോലെടുക്കാനാണല്ലോ കൊണ്ടുപോകുന്നത്, അല്ല തിന്നാനല്ലല്ലോ കൊണ്ടുപോകുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 500 രൂപയും കിട്ടും, ഇല്ല 1000 രൂപയും കിട്ടുന്നുണ്ട്. ഇതിന് മറവ് ഇവരെല്ലാത്തിനും തന്നെ സേഫുമായി 1000 രൂപ കിട്ടുന്നുണ്ട്. ഇവർ കൊടുത്തേക്കും. ഭയങ്കര വേദനയോട് കൂടിയാണ് ഇതിന് കൊടുക്കുന്നത്. ഈ സാധനമാണ് നേരെ ഇവിടെ വന്നിട്ട് ഇതിനെ പീസാക്കി 1 കിലോയ്ക്ക് 10 രൂപ വെച്ച് കൊടുക്കുന്നത്. പിന്നെ 10 രൂപയ്ക്ക് കൊടുത്താലും ലാഭമോ? കാരണം വെറുതെ കിട്ടിയ ഒരു സാധനമല്ലേ. ഇതേ രീതിയിൽ അന്നത്തെ കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. അന്നത്തെ സമയത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ ഇപ്പോൾ ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ അന്ന് ആ വാർത്ത എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു സതുദ്ദേശപരമായി ബംഗാളിലെ കഥ കാണേണ്ട കാര്യമില്ല, കാരണം ഇതിന് വലിയൊരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളത് പറഞ്ഞു. 2 ദുരുദ്ദേശമുണ്ട്. ഒന്ന്, ധനുഷ് ആദ്യം പറഞ്ഞത് ശരിയാണ്. കന്നുകാലി കർഷകർ വലിയ രീതിയിൽ തന്നെ ഈ മാധ്യമം മറ്റു പത്രങ്ങൾ എഴുതിയത് ശരിയാണ്. പകുതി കന്നുകാലി കർഷകർ എന്ന് പറഞ്ഞാൽ കൂടുതലും ഹിന്ദുക്കൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ബംഗ്ലാദേശികൾ ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്നാണ് ഈ കന്നുകാലികളെ പിടിച്ചോണ്ട് പോകുന്നത്. വലിയ രീതിയിൽ തന്നെ കൃഷിയുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പോത്തുകളെ വളർത്തുന്നവരും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇത് അറക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ വസ്തുവിന് വില കുറയും, ചീപ്പ് റേറ്റിലേക്ക് അത് എത്തും. അപ്പോൾ ഇത് ആരെങ്കിലും വാങ്ങാൻ വേണമല്ലോ. ആ ചീപ്പ് റേറ്റിലേക്ക് എത്തുമ്പോൾ അത് വാങ്ങാനായിട്ട് ഈ വിഭാഗം വരും. റെയിൽവേ ട്രാക്കിൽ കച്ചി വെച്ച ആ ടെക്നോളജിയുടെ പുതിയ ഭാവമാണ് ഇത്. അപ്പം ഇങ്ങനെ ഒരു സാധനത്തിലേക്കാണ് ഇത് പോകുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് ഈ പരിപാടി. സ്ഥലക്കച്ചവടം. ഏതെങ്കിലും ഒരു സ്ഥലം ഒരാൾക്ക് നോട്ടം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിന് ഇല്ലാത്ത കുറ്റം കാണത്തില്ല. അതൊക്കെ നാട് നീളെ പ്രചരിപ്പിക്കും. അയ്യോ അവിടെ പ്രേതബാധയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുകൊണ്ട് നശിച്ച സ്ഥലമാണ്, ശ്മശാന ഭൂമിയാണ്, ഇതെല്ലാം പറഞ്ഞ് അതിന്റെ വില കുറച്ച് അവസാനം അവരെ കഷ്ടത്തിലാക്കി ചെന്ന് ചുളുവിലയ്ക്ക് വാങ്ങുന്ന അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും. ആ സിസ്റ്റമാണ് ഇവിടെ. ഇതൊക്കെ പറയുന്ന ഇപ്പോഴെങ്ങനെ സംഭവിച്ചു? റെയ്ഡ് വന്നപ്പോൾ ഇവരുടെ എല്ലാ വീട്ടിൽ മാംസമുണ്ട്. അതായത് ഇവര് മാംസം വാങ്ങി സ്റ്റോക്ക് ചെയ്തിരുന്നു വലിയ വിലയ്ക്ക് വിൽക്കാനായിട്ട്. കാരണം കൂടുതൽ ക്വാണ്ടിറ്റി കന്നുകാലികൾ അറബുശാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വില കുറയും. 400 രൂപയ്ക്ക് 500 രൂപയ്ക്ക് കിട്ടേണ്ട സാധനം ഷോർട്ടേജ് വരും. ഷോർട്ടേജ് വരുമ്പോൾ വലിയ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ പരിപാടി ചെയ്തത് എന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകും. ഇതിൽ ഒട്ടകത്തെ അറത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒട്ടകത്തെ അറക്കാൻ കഴിയില്ല. ഒട്ടകത്തിന്റെ മാംസം വരെ ഇതിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് വ്യാപകമായിട്ട് ഇവര് പറയുന്നത് ഗോമാതാവിനെ ദൈവമായി ദേശീയ മൃഗമായി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് രംഗത്ത് വരുന്നതിന് മറ്റൊരു സൈഡ് വശവും കൂടെ ഉണ്ട്. കാരണം ഈ കന്നുകാലി വളർത്തിയിട്ട് സോട്ടറിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഒരു വലിയ വിഭാഗം കർഷകർ ഇന്ത്യയിലുണ്ട്. ഈ ബൊഫല്ലോ, പോത്താണിത്. അത് ഇവിടെയാണ്, ഈ കേരളത്തിൽ മാത്രമേ ഈ കാള കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാളയും പശുവിനെ കഴിക്കുന്നത് ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല എങ്ങും. അപ്പം ഈ ടീമുകൾ അത് വളർത്തുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? സ്വാഭാവികമായി തന്നെ ഇതിന് ഒരു ഡെഡ് ആയിട്ട് അവിടെ കിടക്കും. നമ്മുടെ ഒരു എക്കണോമിയിൽ അതൊരു ഡെഡ് എക്കണോമി ആയിട്ട് അവിടെ കിടക്കും. ആ ഒരു വസ്തുവിനും മൂവ്മെന്റ് ഇല്ലാതെ, കച്ചവടമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഈ സാഹചര്യം വരുമ്പോൾ ഇതിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം ഉയർന്നു വരും. കാരണം ഇതിന്റെ കർഷകർ സ്വാഭാവികമായി പ്രതിഷേധിക്കുമല്ലോ.
അവർക്കിത് കച്ചവടം ചെയ്യാൻ കഴിയാതെ അവർ പ്രതിഷേധിക്കും. ആ പ്രതിഷേധം വരുന്നു. പിന്നീട് ഇത് സർക്കാരിന്റെ അനുമതിയോട് കൂടി തന്നെ കുറഞ്ഞ വിലക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ഇപ്പുറത്തും വരും. ഇതിന്റെ ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ്, അതായത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന കണക്ക് എന്തിനൊക്കെയോ വേണ്ടിയാണ് ഈ സാമ്പാർ തിളയ്ക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പശു ഒരിക്കലും ദേശീയ മൃഗം ആകില്ല. കാരണം നമുക്കൊരു ദേശീയ മൃഗമുണ്ട് പണ്ട് തൊട്ടേ. ആ ദേശീയ മൃഗത്തിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോ പശു അങ്ങനെ ഒരു ദേശീയ മൃഗം ആകാനും പോകുന്നില്ല. ഇനി പല സ്പെഷ്യൽ കാറ്റഗറിയിലാണ് പശുവിനെ പെടുത്തുന്നതിലുള്ളൂ. ഇപ്പോൾ തന്നെ സ്പെഷ്യൽ കാറ്റഗറിയാണ് പശു. ഇനി എവിടെയാണ് സ്പെഷ്യൽ കാറ്റഗറി പെടുത്തുന്നത്? അപ്പം ഈ രീതി വന്നു. ഇപ്പൊ മൃഗബലിയുടെ കേസ് എന്താണ്? തമിഴ്നാട്ടിലും മൃഗബലി നടത്താൻ അനുവദിച്ചില്ലല്ലോ അവിടുത്തെ കോടതി. എല്ലായിടത്തും മൃഗബലി നിരോധിച്ചിരിക്കുന്നില്ല, കേരളത്തിൽ നിരോധിച്ചിട്ടില്ല. ഈ മൃഗബലി കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദുക്കളാണ് പ്രതിഷേധിക്കേണ്ടത്. കാരണം ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ ഈ ചില ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളടക്കം ഉള്ളിടത്തെ പൂജയ്ക്ക് പ്രധാന ഇനങ്ങൾ കോഴി അറക്കുകയും ആടിനെ അറക്കുകയും ബലി നൽകുകയും ചെയ്തിരുന്ന ഒരു കാലം കേരളത്തിൽ. എനിക്ക് അതിലൊരു സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കളുടെ ഈ മൃഗബലി ഈ അനാചാരം എന്നുള്ള രീതിയിൽ തടഞ്ഞത്? അത് മെയിനായിട്ടും ഈ ട്രൈബൽ വിഭാഗങ്ങളും കൂടുതലും ബിജുചേട്ടൻ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഈ മൃഗബലി ചെയ്യുന്നത്. ഈ എന്താ പറയുക, ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ഞാൻ ഇപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭദ്രകാളി ക്ഷേത്രത്തിൽ മൃഗബലി ഉണ്ട്. പക്ഷെ മൃഗം അവിടെ ബലി നൽകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ കോഴിയൊക്കെ കൊണ്ട് നടക്കി വെച്ചിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഇത് നിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? മൃഗബലി ഇന്ത്യ മുഴുവൻ നിരോധിച്ചിരിക്കുന്നതാണ് ധനുഷ്. കേരളത്തിൽ മാത്രമല്ല, ഇത് ഇന്ത്യ മുഴുവൻ നിരോധിച്ചിരിക്കുന്നതാണ്. ഇതിനെതിരെ കർശന നടപടി ഹിന്ദുക്കളുടെ കാര്യത്തിൽ എടുക്കുന്നുണ്ട്. അതാണ് ചോദിച്ചത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. മൃഗബലി നിരോധിച്ചിരിക്കുന്നതാണ്, ഇന്ത്യ മുഴുവൻ നിരോധിച്ചിരിക്കുന്നതാണ് മൃഗബലി. അപ്പം ഈ ഒരു സാധനം എല്ലായിടത്തും ഉള്ളതാണല്ലോ. ഇതിപ്പം ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാർ വന്നാലല്ലേ ഇതിനെ നിരോധിക്കാനും പിടിക്കാനും ഇവിടെ അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഇത് ആചാരത്തിന്റെ ഭാഗമായി ഇങ്ങനെ അറക്കാം, അതിലിപ്പം ഈ ആടുമാടുകളെ അറക്കാം എന്ന് പറയുന്നു വെക്കുക. ഇനി അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് പബ്ലിക് പ്ലേസുകളിൽ അനുവദിക്കില്ല എന്നാണ് ചില സംസ്ഥാനങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് പ്ലേസിൽ ഗോവധം ഇത് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഇല്ലെങ്കിൽ മറ്റിടത്തോ കൊണ്ടുവന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവർ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇനിയിപ്പോ നാളെ വരാൻ പോകുന്ന ഒരു കാര്യം, നമ്മളാരും ഒരു ഇറച്ചി കഴിക്കണ്ടേ, ബീഫ് കഴിക്കണ്ടേ എന്നാണോ BJP-ക്കാർ പറയുന്നൊരു ചോദ്യം വരും. അതും നമ്മളത് ക്ലിയർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഒരേ ഒരു കാര്യം പശുവാണ്. അതായത് ഗോമാതാവ് എന്ന് പറയുന്ന പശുവിനെ മാത്രമാണ്. ആട്, പോത്ത്, ഇതിനെയൊക്കെ ഇഷ്ടം പോലെ യഥേഷ്ടം അറക്കാൻ കഴിയും, കഴിക്കാൻ കഴിയും. ഇന്ത്യ തന്നെ ഏറ്റവും വലിയൊരു കയറ്റുമതിയുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ ബൊഫലോയുടെ തന്നെ. അപ്പൊ ഇതിന്റെ വളർത്തൽ കേന്ദ്രങ്ങളുമൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇതെല്ലാം അതിനകത്ത് നടക്കും. അതായത് ഇതിന്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അതായത് മമത ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് അവിടെ പറഞ്ഞത്? BJP വന്നാൽ നിങ്ങൾക്ക് ഇനി ഇറച്ചിയും മത്സ്യവും ഒന്നും കഴിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നരേന്ദ്രമോദി അവിടെ ഒരു മാംസം നേദിക്കുന്ന അമ്പലത്തിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യം കൂടെ വന്നു. അപ്പൊ ഇങ്ങനെ ഹൈദരാബാദിൽ വലിയ രീതിയിലുള്ളൊരു വലിയൊരു വാർത്ത വന്നിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്ന്. കാരണം അവിടെ ഈ നമ്മുടെ രാജ്യം മുഴുവൻ ഈ മൃഗബലി നിരോധിച്ചിട്ടുള്ളതാണെങ്കിൽ കേരളത്തിലൊന്നും ഇതുവരെ കാണാത്ത കാഴ്ചയാണിത്. ആകപ്പാടെ കണ്ടത് റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന അയാൾ കണ്ണൂർ കൊണ്ടുപോയി ഒരു മുസ്ലിം ഡെൻസ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയുടെ ഇടയിൽ പോയി ഒരു പശുക്കുട്ടി ചേർത്തൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ റോഡ് മുഴുവനും കണ്ടോ ഇത്തരത്തിൽ പശുവിനെ അറുത്ത് രക്തം റോഡ് മുഴുവനും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒലിച്ചു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിനെതിരെ അവിടെയുള്ള ആൾക്കാർ പരാതിപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഒരു നടപടിയും അവിടെ നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ചില പ്രദേശങ്ങളിൽ ഹൈദരാബാദിലെ മുഷിറാബാദ് ഏരിയയിൽ ബംഗ്ലാദേശ് സ്ട്രീറ്റിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നിട്ട് അവിടെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് പലയിടത്തും പല നിയമമാണ്. അതായത് സർക്കാരിന്റെ സ്വാധീനം അനുസരിച്ചിരിക്കുമോ? അതാണ് അതിന്റെ കറക്റ്റ്. സർക്കാരിന്റെ ഇതുകൊണ്ടൊക്കെ ഇരിക്കുന്നതിനകത്ത് കാര്യം നടപടി എടുക്കേണ്ടത് സർക്കാരാണ്. ED വന്നിട്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ഒരു ചെറുവരിൽ അനക്കാത്ത സർക്കാരുള്ള നാടാണിത്. ഒരു ED ആണ്, മൃഗം പോട്ടെ, ഒരു മനുഷ്യനല്ലേ അതിനകത്തിരുന്നത്, സ്ത്രീകളടക്കമുള്ളവര്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, പൂനെയിൽ ഒരു സംഭവം ഉണ്ടായി ഇതിനോടനുബന്ധിച്ച്. പിന്നെ 2 ദിവസം മുമ്പ് അവിടെ ഒരു എല്ലാവരും താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയം, അവിടേക്ക് കുറെ കന്നുകാലികളെ കൊണ്ടിരുന്നു, മൃഗബലിക്ക് വേണ്ടിയിട്ട് ആടുകളെ മറ്റും കൊണ്ടിരുന്നു. അപ്പോ അവര് മുനിസിപ്പാലിറ്റിയിലും പോലീസിലും പരാതിപ്പെടുന്നു. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് ആലോചിക്കണം. അവർ പറയുന്നു, നിങ്ങൾ ഇതിവിടെ അനുവദിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇവിടെ എല്ലാ വിഭാഗങ്ങളും താമസിക്കുന്ന സ്ഥലമാണ്, വേണമെങ്കിൽ അവർ അവരുടെ ഇടങ്ങളിൽ കൊണ്ടുവന്ന് ഇത് ചെയ്തോട്ടെ, കുഴപ്പമില്ല, ഇവര് മൃഗബലിയിൽ ഇത് അറുത്ത് അവര് അതെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല എന്ന് പറയും. പോലീസ് അനങ്ങിയില്ല, മുനിസിപ്പൽ അധികൃതർ അനങ്ങിയില്ല. അപ്പോഴവിടെ എന്ത് പറ്റി? അവിടുത്തെ ചില ഹിന്ദു യുവാക്കൾ പോയി കുറച്ച് പന്നികളെ കൊണ്ടുവന്നു. പന്നികളെ അവിടെ കൊണ്ടുവന്ന് അവർ ഒരു ടെന്റ് അടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വരാഹ പൂജ നടത്തുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വാഭാവികമായി രംഗം മാറി.
നേരത്തെ ആടുകൾ വന്നു കഴിഞ്ഞപ്പോ പ്രശ്നമുണ്ടായിരുന്ന കണക്ക് ഇപ്പൊ പന്നി കൂടെ വന്നു കഴിഞ്ഞപ്പോ പ്രശ്നം മാറി, പോലീസിന് കത്തി, മുനിസിപ്പൽ അധികൃതർക്ക് കത്തി, ഇത് പണി പാളും, കാരണം ഇത് വലിയ വിവാദമാകും, അവിടെ കൊന്ന ഇവന്മാർ ഇവിടെയും കൊല്ലി, ഇവിടാപ്പാടം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ ചാവുമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവരിടപെട്ടു. ഈ പന്നികളെ മുഴുവൻ ഫാമിലേക്ക് കൊണ്ട് തിരിച്ചെത്തിച്ചു. മറ്റവരുടെ അടുത്ത് പറഞ്ഞു ഇതിനേക്ക് ഇവിടുന്ന് കൊണ്ടുപോകും, ഇത് ആദ്യം തന്നെ ചെയ്താൽ മതിയായിരുന്നു. അത് അവിടെ ആ ഒരു സർക്കാർ അലംഭാവം കാണിച്ചില്ല, പോലീസ് അലംഭാവം കാണിച്ചതുകൊണ്ടാണ്. പക്ഷെ സമയോചിതമായിട്ട് അവര് ആ പന്നി വന്നില്ലായിരുന്നെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു? സംഘർഷത്തിലേക്ക് എത്തില്ലായിരുന്നു, അത് കത്തിക്കുത്തും കൊലപാതകത്തിലും എത്തില്ലായിരുന്നു. ഇത് തന്നെയാണ് അവിടെ BJP ഭരിക്കുന്ന നാട്ടിൽ ഇതാണ് അവസ്ഥ. അതിനെ അവര് അലംഭാവത്തോടെ കണ്ടു. അപ്പൊ പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഹൈദരാബാദിന്റെ അവസ്ഥ എന്തായിരിക്കും, തെലങ്കാനയുടെ ഭാഗത്ത് എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം മൃഗബലി എല്ലായിടത്തും നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇത് എല്ലാ മുസ്ലിംസും ഈ ഒരു ആചാരം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഇപ്പൊ കേരളത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും അവരതിന് വലിയ പരസ്യമോ പ്രഖ്യാപനമോ ഒന്നും നടത്താറില്ല. അതെല്ലായിടത്തും ഉണ്ട്. അതൊരു പക്ഷെ അവരുടെ പള്ളികളിലായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ അവരുടേതായ മാത്രം ഇടങ്ങളിലായിരിക്കാം, അങ്ങനെയൊക്കെ നടത്തുന്നുണ്ടാവും. അത് രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം കോഴിയെ ഉള്ള ഈ മുസ്ലിംസിന്റെ ഈ നീക്കം എങ്ങനെയാ വെച്ചിട്ട് അത് സ്വാഗതാർഹമാണോ? അവിടെ ഈ അവര് നടത്തുന്ന ഈ നീക്കം അവര് പറയുന്നത് കുറച്ച് കൺവിൻസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ഇരട്ടത്താ പൊളിഞ്ഞിരിപ്പുണ്ടോ? അല്ല, രണ്ട് വഴിയുണ്ടല്ലോ. അവർ പറയുന്നത് കൺവിൻസ് എന്നാണ്, നല്ല കാര്യം തന്നെയാണ്, കൈയടിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്ത് കൈവെക്കേണ്ട ഒരു കാര്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കന്നുകാലി കർഷകർ വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ആ കർഷകരുടെ ഈ സാധനങ്ങൾ ഈ ലോക്കൽ ഏരിയയിൽ അവർക്ക് വിറ്റ്, കാരണം ഈ കയറിപ്പോകുന്ന പോത്തെന്ന് പറഞ്ഞാൽ ലോക്കൽ പോത്തല്ല കയറിപ്പോകുന്നത്, അതിന് പ്രത്യേക ഫാം ഉണ്ട്, അതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ഇത് വളർത്തുന്നതിന് തന്നെ. എന്നാൽ മാത്രമേ ഈ മറ്റ് വിദേശ രാജ്യങ്ങളിൽ കയറിപ്പോകുന്നതിന്, ഇത് വളർത്തുന്ന ഫാമിന് തന്നെ ഒരു നിബന്ധനകളുണ്ട്. വെള്ളം വേണം, ശുദ്ധത വേണം, അത് വേണം, ഇത് വേണം, പിന്നെ ഇതിനെ ടെസ്റ്റ് ചെയ്യണം. ഇത് അങ്ങനെയൊന്നുമില്ല. ലോക്കലി പിന്നെ ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയാണിത്. അപ്പം ഈ സാധനം വിറ്റഴിക്കാൻ വരാതെ വരുമ്പോൾ സ്വാഭാവികവും അവരുടെ ഒരു പ്രതിഷേധം വരികയും ഈ സാധനം ചുളുവിലക്ക് ഇങ്ങനെയുള്ള ടീമുകൾക്ക്, അതായത് ഇതിന്റെ കച്ചവടക്കാർക്ക് ഇല്ലെങ്കിൽ ഇതിനെ കച്ചവടം ചെയ്യുന്നവർക്ക് വാങ്ങിക്കാനും കഴിയും. ഇതൊരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സാധനത്തിലേക്ക് പോകുന്നത്. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. അതായത് ഇവിടെ ചെയ്യുന്ന സംഭവം എന്താണ്, നോർത്തിലൊക്കെ ചെയ്യുന്ന സംഭവം പരസ്യമായിട്ടുള്ള മൃഗബലിയാണ്. ഈ ധനുഷ് ഇപ്പൊ പറഞ്ഞില്ല, റോഡിൽ ഒരു വിഷ്വൽ കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ റോഡിലും പബ്ലിക് പ്ലേസിലും ഒക്കെ കൊണ്ടുവന്നിട്ട് വലിയ ആഘോഷമാക്കി ഇത് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൊലപാതകം മൃഗത്തിനെ ആയാലും മനുഷ്യനെ ആയാലും നമ്മൾ തന്നെ ബ്ലർ ചെയ്തിട്ടല്ലേ നമ്മൾ യൂട്യൂബിൽ കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ തലയിറക്കുന്നത് കാണിക്കാൻ പറ്റും. അപ്പൊ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ അങ്ങനെ ഒരു നിയമമുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ഒരു കൊച്ചുകുട്ടി ഈ മൃഗബലി കാണുന്നു നോക്കുക, ആടിന്റെ ആയാലും, ആ കുട്ടി എന്തുമാത്രം ട്രോമ സ്റ്റേജിലേക്ക് ഒരുപക്ഷെ പോയേക്കാം, അതിന് ചിലപ്പോൾ ഉറക്കം കിട്ടാതെ വന്നേക്കാം, മാനസിക വിഭ്രാന്തിയിലേക്ക് വന്നാൽ. ഇനി പോട്ടെ, നമ്മളാണെങ്കിലോ അത് കാണുമ്പോൾ, മൃഗമാണെങ്കിലും ഒക്കെ, ഇതിനുകൊണ്ടാണ് നമ്മൾ സ്ലോട്ടറിങ് ഏരിയാസ് ഉണ്ട്, സ്ലോട്ടറിങ് ഫാക്ടറികളുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മിഷൻസ് ഉണ്ട്, അവിടെ കൊണ്ടുവച്ച് ഇത് ചെയ്യുന്നത്. അവിടെ കൊണ്ടുവച്ച് ചെയ്യുമ്പോഴും അതിന് ചില നിബന്ധനകൾ പാലിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലാതെ കോഴി കച്ചവടക്കാരൻ നാളെ വന്നിട്ട് റോഡിന് നടക്കുന്ന കോഴി അറുത്ത് കൊടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ആടിനെ അറുത്ത് കൊടുക്കാൻ പറ്റൂ? ഇല്ല. ഇത് ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ഇത് വിശ്വാസപരമായിട്ട് തന്നെയല്ല, ഒരു സൈക്കോളജി പരമായിട്ടൊരു കാര്യം തന്നെയാണ്. ലോകത്തെവിടെങ്കിലും പരസ്യമായിട്ട് ഈ ആടിനെയും പിന്നെ പോത്തിനെയും കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്യുന്നവരല്ലേ, പതിറ്റാണ്ടുകളായി യൂട്യൂബ് യൂസ് ചെയ്യുന്നവരല്ലേ, എവിടെങ്കിലും ഒരു വിഷ്വൽ കാണിച്ചു തരാൻ പറ്റും? അല്ല, ഇവിടെ എവിടെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷ്വൽസ് കാണിച്ചു തരാൻ പറ്റും? യൂട്യൂബ് അപ്പൊ സ്ട്രൈക്ക് അടിക്കും. യൂട്യൂബ് പറയാതെ പറ്റില്ല. യൂട്യൂബിൽ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് യൂട്യൂബിൽ ഇല്ലാത്ത? ഈ യൂട്യൂബർമാർ കണ്ടന്റിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗബലി എടുത്ത് ഇട്ടാൽ പോരെ? ഈ ബംഗാളിലൊക്കെ പോയി ചുമ്മാ ക്യാമറ പിടിച്ചാൽ മൃഗബലി കിട്ടും. എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല? ഇതാണ് ഇതിന്റെ കാര്യം. അപ്പോൾ ഈ നിയമം ഇങ്ങനെ ഉണ്ട് എന്നുള്ളതും ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ഇവർ പറയുന്നത് നല്ല ഉദ്ദേശം, പക്ഷെ ഈ സ്റ്റാൻഡിൽ തന്നെ എന്ന് ഉറച്ചു നിൽക്കണം. അതാണ് അതിന്റെ ഒരു കാര്യം. സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. എന്തായാലും സർക്കാർ ഇപ്പൊ ഇതിനെ ദേശീയ മൃഗമാക്കും എന്ന് ആരും കരുതുന്നില്ല. ആ കാര്യം പോകുന്നില്ല. മൃഗബലി വേണ്ട എന്നുള്ള കാര്യത്തിൽ അവരെടുത്ത തീരുമാനത്തിൽ സ്വാഗതാർഹം തന്നെയാണ്. അത് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഈ മാംസക്കച്ചവടം മൃഗബലി നമ്മൾ ക്ലബ് ചെയ്യിക്കാൻ പാടില്ല. അത് രണ്ടാണ്. മാംസക്കച്ചവടം ചെയ്യുന്ന ഒരു വ്യവസായത്തിൽ മാംസക്കച്ചവടം ചെയ്യാം. അതായത് ഇന്ത്യ പൂർണ്ണമായി വെജിലേക്ക് പോകുന്നു എന്നൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. കണ്ടോ, അത് ഇവരുടെ അടുത്ത അജണ്ട പുറത്തു വന്നിരിക്കുന്നു. പതുക്കെ ഇറച്ചി നമ്മളെ കൊണ്ട് നിർത്തിക്കുകയാണ്. പ്രോട്ടീൻ ഇല്ലാതാകും, നമ്മൾ മറ്റേ ക്ഷയം പിടിച്ച് മരിക്കും, അതുകൊണ്ട് ഇനി എല്ലാവരും വെജിലേക്ക് പോകുമെന്നാണ് ഇപ്പൊ ഇവന്മാര് പറയുന്നത് എന്നാണ്. ഇതേ നിയമം അസാമിൽ വന്നതല്ലേ? അവിടെ ഇപ്പൊ ആർക്കും പ്രശ്നമില്ലല്ലോ. ഇതേ നിയമം യു പിയിലില്ലേ? അവിടെ പ്രശ്നമില്ലല്ലോ. യു പിയിലൊക്കെ വന്നിട്ട് എത്രയോ കാലമായി. ഇപ്പൊ ബംഗാളിൽ പുതിയതായിട്ട് വന്നപ്പോ
ഈ ബംഗ്ലാദേശികൾ പോകുന്നതിന് മുമ്പ് അവസാനത്തെ ആണി എന്തെങ്കിലും കിട്ടിയാൽ അതും കൂടെ അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവമാനം ഉണ്ടാക്കുന്നതും അവന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നതും സുടുക്കൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രശ്നമാണ്. ഇന്നലെ ഒരു സ്ത്രീകളുടെ ബൈറ്റ് ചെയ്യാൻ കണ്ട്. അപ്പൊ അവർ പറയുന്നത് മമതാ ദീദി തിരിച്ചു വരും, അന്ന് ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് കൽക്കത്തയിലേക്ക് വരുമെന്നാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പൊ ആ പോയ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, എന്നാണ് മമതാ ബാനർജി തിരിച്ചു വരുന്നത്? 5 വർഷം കഴിയുമ്പോൾ മമതാ ബാനർജി തിരിച്ചു വരുമെന്നാണ് അവർ പറയുന്നത്. കാരണം അത്ര കോൺഫിഡൻസ് ആണ്. അപ്പം മമതാ ബാനർജി ഇത്രയും കാലം ചെയ്തിരുന്നത് എന്താണ്? അതിനേക്കാൾ വലിയൊരു വാർത്തയുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്നൊരു വലിയ എണ്ണ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇത്രയും കാലം മമതാ ബാനർജി തടഞ്ഞു വെക്കപ്പെട്ട എണ്ണയാണത്. അവിടെ പ്രാദേശികമായി എതിർപ്പ് ഉയർത്തിക്കൊണ്ട് തടഞ്ഞു വെക്കപ്പെട്ട എണ്ണയാണ് അത്. ഇപ്പൊ അതിന് പ്രവർത്തനങ്ങളൊക്കെ 2018 തന്നെ നിർത്തിവെച്ചിരുന്നതാണ്. ഈ പ്രശ്നമാണ് ആദ്യം 2011 തുടങ്ങി. അപ്പോൾ അത് ഏതാണ്ട് അതെ ഫണ്ട് അല്ല ഇന്നലെ നമ്മൾ ചെയ്തു, ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം അത് പുതിയത്. അപ്പൊ നിർമ്മലാ സീതാരാമനെയും മറ്റും ഇന്നലെ കഴിഞ്ഞ ദിവസം പോയിട്ട് സുവേന്ദു അധികാരി കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു. അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പൊ അത് വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നതാണ്, നമുക്ക് എണ്ണ കിട്ടുന്ന ഒരു കാര്യമാണത്. അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുക ബംഗാളിൽ അത്രയും വലിയൊരു നിധി ഒളിഞ്ഞിരിക്കുമ്പോഴാണ് മമത അതും തടഞ്ഞു വെച്ച് രാജ്യം ഉയരരുത്, രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാകരുത്, അതിനെ തടഞ്ഞു വെച്ച് അതിനൊരു പട്ടിക്കാട് സംസ്ഥാനമാക്കി മാറ്റി ബംഗ്ലാദേശികൾക്ക് കുടിയിരുത്താനുള്ള സംസ്ഥാനമാക്കി മാറ്റിയത്. വലിയ വാർത്തയാണത്. കാരണം നമ്മൾക്ക് ഒരുപാട് ഗുണപ്പെടുന്ന ഒരു സാധനമാണ് ക്രൂഡ് ഓയിൽ ശേഖരത്തിന്റെ ഇത് കണ്ടെത്തുക എന്നുള്ളതല്ല. പക്ഷേ മുമ്പൊക്കെ നമ്മൾ പറയും കണ്ടെത്തി അതിന് ഡിഗ് ചെയ്തെടുക്കാനും ഇല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്ങിന് ടൈം എടുക്കും. ഇത് പ്രോസസ്സിങ്ങിന് ടൈം എടുക്കില്ല ഇത്. കാരണം ഇത് ഓൾറെഡി അവിടെ ഫംഗ്ഷൻ ചെയ്ത് വന്നതാണ് ONGC. അപ്പോഴാണ് ഇവർ ഈ പ്രാദേശിക വികാരം ഇളക്കി വിട്ടുകൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് മമതയെ പ്രേരിപ്പിച്ച ഘടകം? ഇന്റർനാഷണൽ ഫണ്ട് അവിടെ എത്തിയിട്ടുണ്ടാകണം, ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ തലത്തിൽ നിന്നുള്ള പ്രഷർ എടുത്തിട്ടുണ്ടാകണം, ഇല്ലെങ്കിൽ ഈ എണ്ണ മാഫിയാസ് ഉണ്ട്, അവരാണ് ഈ ലോകത്തിന്റെ വില നിശ്ചയിക്കുന്നത്. ഈ മാഫിയാസ് വലിയ രീതിയിൽ തന്നെ ബംഗാളിൽ ഇടപെട്ടുകൊണ്ട് പ്രാദേശിക വികാരം ഇളക്കി വിട്ടുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പൊ അത് വീണ്ടും റീ ഓപ്പൺ ആയിരിക്കുന്നു. നമ്മുടെ കുറച്ച് എണ്ണയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഇതാണ് മമതാ ബാനർജി അവിടെ എന്ത് പണിയാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവരതൊരു രാജ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. മാർക്കോ റൂബിയോ വന്ന ടൈം അല്പം തെറ്റിപ്പോയി. എല്ലാ പണിയും കഴിഞ്ഞ് ശവോടക്കിനാണ് പുള്ളി വന്നത്. മമതയുടെ എല്ലാ പരിപാടിയും തീർന്നല്ലോ. പക്ഷെ നേരത്തെ വരേണ്ടതായിരുന്നു പുള്ളി. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ബംഗാളിന്റെ. ബംഗാൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, മറ്റു സംസ്ഥാനങ്ങൾ പോലെയല്ല. ഒരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയാണ് മമത. അവിടുത്തെ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്ന ക്രൂഡ് ഓയിൽ ശേഖരത്തെ തടഞ്ഞു വെക്കുകയാണ് അതിന്റെ പണി. അതുപോലെ തന്നെ ഇല്ലീഗൽസിനെ മുഴുവൻ വന്നിട്ട് ഇന്ന് നമ്മൾ കൊടുത്ത വേറൊരു വാർത്തയുണ്ട് ന്യൂസിന്റെ മലയാളത്തിൽ. ആധാർ ഇനി എന്തിന് എന്ന് ചോദിച്ചിട്ട് ഈ ബംഗ്ലാദേശിൽ ആധാർ ഉപേക്ഷിച്ച് പോവുക. അപ്പൊ ചോദിക്കും നിങ്ങൾക്ക് ഇതിന് വേണ്ടെന്ന്. ഇനി ഇത് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? ഒരു കാര്യമില്ല. ആധാർ ഉപേക്ഷിച്ച് പോകുന്നവര് 500 രൂപയ്ക്ക് ആധാർ കിട്ടും, ID കാർഡ് ഉൾപ്പെടെ കിട്ടും. ഇങ്ങനെ പോകുന്നൊരു സ്ഥലം, നിയമം നിയമവാഴ്ച ഇല്ലാത്തൊരു സ്ഥലം, പിന്നെ ഇങ്ങനെയൊക്കെ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനം, പ്രാകൃതമായൊരു സംസ്ഥാനം. ആ സംസ്ഥാനമല്ല അതിനവർക്ക് ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ബംഗ്ലാദേശ്. ഇപ്പൊ തെളിഞ്ഞു വന്നില്ലേ? ബംഗ്ലാദേശും മമതാ ബാനർജിയും ഒക്കെ ചേർന്ന് നടത്തിയ നീക്കങ്ങൾ ഇപ്പൊ തെളിഞ്ഞു വന്നില്ലേ? തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നതിനേക്കാൾ വലിയ പ്രക്ഷോഭമല്ലേ ബംഗ്ലാദേശിൽ മമതയെ തിരിച്ചുകൊണ്ടിരാൻ നടത്തുന്നത്? ആരാ നടത്തുന്നത്? ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ പണ്ടും പറഞ്ഞിരുന്നത് ഇത് രാജ്യമാകാനുള്ള ശ്രമത്തിലാണ് എന്ന്. ഇനി ഇത് രാജ്യമാകുന്നത് മാത്രമല്ല, മമതയുടെ ഇനിയുള്ള കാലം എങ്ങനെയാകുക, ജയിലിലാകുമോ അതോ പുറത്താകുമോ എന്നുള്ളത് കാലം നൽകുന്ന ഒരു മറുപടി ആയിരിക്കും.